ഹലോ, AZB അക്കാഡമിയുടെ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ SSC 2025-26 കലണ്ടർ റിലീസ് ആയിട്ടുണ്ട് അല്ലേ? അതെ, മെയ് 9 നമ്മുടെ SSCയുടെ കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. അപ്കമിങ് എക്സാംസിൻ്റെ ഈ വർഷത്തെ എല്ലാ എക്സാംസിൻ്റെയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ കലണ്ടർ ശ്രദ്ധിച്ചവർക്കറിയാം, SSCയുടെ നമ്മുടെ വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമാണ് SSC MTS എക്സാം അല്ലേ? അപ്പോൾ എന്താണ് MTS? ആർക്കൊക്കെയാണ് MTS അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? എന്താണ് അതിൻ്റെ ജോബ് പ്രൊഫൈൽ അല്ലെ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ജോലി കിട്ടുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ MTS പേര് പോലെ തന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് പോസ്റ്റ് ആണ് അല്ലെ? അപ്പോൾ എന്താണ് MTSന്റെ അഡ്വർടൈസ്മെന്റ് എന്ന് റിലീസാവും? 26 ജൂണിന് റിലീസാവുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ലൈവ് ആണ് അന്ന് മുതൽ. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ജൂലൈ 24 വരെ ഉണ്ട്. അത്യാവശ്യം നല്ല സമയമുണ്ടല്ലേ? ആപ്ലിക്കേഷനൊക്കെ തെറ്റൊക്കെ കൂടാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. നമ്മുടെ എക്സാം മന്ത് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 24 വരെയാണ് MTS എക്സാമിൻ്റെ ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട്. 2 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് വരും. അപ്പോൾ എല്ലാം വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് എക്സാം എന്താണ്, ആർക്കൊക്കെയാണ് SSC MTS എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ SSC എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിലേക്കുള്ള ജോലിയാണല്ലേ? അപ്പോൾ എന്തായാലും അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം. അപ്പോൾ എനിക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ നിരാശപ്പെടേണ്ട. MTSന്റെ ക്വാളിഫിക്കേഷൻ വെറും 10ാം ക്ലാസ് മാത്രമാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഗസ്റ്റിന് എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളവർക്ക്, 18 വയസ്സ് തികഞ്ഞ SSLC പാസ്സായിട്ടുള്ളവർക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വഴിയാണ് നമ്മുടെ SSC MTS എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞു 18നും 25നും ഇടയിലുള്ളവർക്ക്, OBCക്ക് 3 വയസ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. 18നും 25നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ജോലി സ്വന്തമാക്കാം. അപ്പോൾ അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ഈ ജോബ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വളരെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലേ? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമായിരിക്കും. നമുക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, അവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ഓർത്ത് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് 10ാം ക്ലാസ് മാത്രം യോഗ്യത ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ തന്നിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ അടുത്ത വർഷം ജോലിക്കിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ടാക്സ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്, എക്സൈസും കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. PIB, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അല്ലേ? പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ അല്ലെ? CAG എന്ന് നമ്മൾ പറയാറുണ്ട്, CAG. പിന്നെ ലേബർ ബ്യൂറോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. പറയുമ്പോൾ തന്നെ ഒരു ഇതുണ്ടല്ലേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? അതേപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റിൽ വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രമായിട്ട് നമുക്ക് ജോലി കയറാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ താല്പര്യമുള്ളതെന്നല്ല, എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. പറ്റുന്നവരെല്ലാം തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ ഈ എക്സാംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാം. അപ്പോൾ എന്ത് ഡൗട്ട്സ് തന്നെ ഉണ്ടെങ്കിലും ഞങ്ങളത് ക്ലാരിഫൈ ചെയ്ത് തരും. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്ത് ചെയ്യണം എങ്ങോട്ട് തുടങ്ങണം എന്നൊന്നും അറിയാത്തവർക്ക് നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 60 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫീ നിങ്ങൾ കണ്ടാൽ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? വെറും 1499 രൂപയ്ക്കാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.